നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെയിലേക്ക് പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുലാവർഷം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നും സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിനിടയ്ക്ക് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, ഇടുക്കി ജില്ലയിലൊക്കെ ഹൈറേഞ്ചിലൊക്കെ ഭയങ്കര മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള മഴയാണ് അവിടെ കഴിഞ്ഞ ദിവസം രാത്രിയും ഒക്കെ ആയിട്ട് പെയ്തത്. നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന അടക്കം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് മഴയുടെ പൊതുവായ ഒരു ചിത്രം. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്, മറ്റ് മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇനി പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രം ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടിയിലേക്കൊക്കെ കടക്കും. ഇനി കൂടുതൽ പേരുടെ ആളുകളുടെ പേരുകളൊക്കെ ഇങ്ങനെ ഉയർന്ന് കേൾക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇന്നും ഇനി നമുക്ക് മുന്നിലുള്ള ദിവസങ്ങളുമൊക്കെ. അപ്പോൾ നമുക്ക് ആ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ശബരിമല സന്നിധാനത്ത് മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുകയാണ്. രാവിലെ 7:30യോടെയാണ് നറുക്കെടുപ്പ് നടക്കുക. അപ്പോൾ അതിന്റെ തത്സമയ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വാർത്തകളും വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ രണ്ടാം കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തേക്കും. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും. മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥ സമാപിക്കുന്നു. സമാപന സമ്മേളനം ഇന്ന് പന്തളത്ത്. ജി സുകുമാരൻ നായർ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട NSSലെ ഒരു വിഭാഗം. പെരുന്നയിലേക്ക് ഇന്ന് മാർച്ച്. പ്രതിഷേധം NSS വിമോചന സമിതിയുടെ പേരിൽ. വിവാദങ്ങൾക്കിടെ ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പ് ഇന്ന്. നറുക്കെടുപ്പ് രാവിലെ 7:30യോടെ. മാളികപ്പുറം മേൽശാന്തിയെയും തെരഞ്ഞെടുക്കും. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കനത്ത സുരക്ഷ. ഹിജാബ് തർക്കം തുടരുന്നു. ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിച്ച് സ്കൂൾ മാനേജ്മെന്റ്. പ്രിൻസിപ്പലിനെതിരായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ക്രൈസ്തവ സംഘടനകൾ. മന്ത്രി മാപ്പ് പറയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ. 13 ഷട്ടറുകൾ ഇന്ന് തുറക്കും. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇന്ന് സൂക്ഷ്മ പരിശോധന. പല മണ്ഡലങ്ങളിലും മഹാസഖ്യം നേർക്കുനേർ. സീറ്റ് ധാരണയിൽ എത്താത്തത് പ്രതിസന്ധി. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകില്ലെന്ന് അമേരിക്ക. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ല. യുക്രൈനും റഷ്യയും നിയന്ത്രണ രേഖയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ്. ട്രംപ് സഹായിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് സെലൻസ്കി. വിശദമായി നോക്കാം ഓരോ വാർത്തകളും. അപ്പോൾ ആദ്യം നമുക്ക് മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്ന് തന്നെ നോക്കാം അല്ലേ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ ശക്തമായ മഴയാണ്. കല്ലാർപ്പുഴ കര കവിഞ്ഞതോടെ തൂക്കുപാലം, കുട്ടാർ മേഖലയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും എത്രത്തോളം ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഹൈറേഞ്ചിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. കട്ടപ്പന, കുന്തളംപറയിൽ തോട് കര കവിഞ്ഞ് ഒഴുകുകയാണ്. കുമളി, ചെളിമട, ആനവിലാസം, ശാസ്ത്രനട എന്നിവിടങ്ങളിലും വെള്ളം കയറി. ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാർ ഡാം തുറന്നു. ജലനിരപ്പ് 136 അടി പിന്നിട്ട മുല്ലപ്പെരിയാർ അണക്കെട്ടും തുറക്കും. പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. ഹായ്.
പെട്രോളും വേണ്ട ഡീസലും വേണ്ട. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രിൻസ്, അതിശക്തമായ മഴയാണല്ലേ ഹൈ റേഞ്ചിലെ. ഈ വാഹനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നുണ്ട്. ആര്യ, തീർച്ചയായും കനത്ത മഴയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇടുക്കിയിൽ പെയ്തത്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ. ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോടെയാണ് മഴ ആരംഭിച്ചത്. തുടർന്ന് അതിശക്തമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ചും അർദ്ധരാത്രിക്ക് ശേഷം മഴ കൂടുതൽ ശക്തമായി തമിഴ്നാട് അതിർത്തിയോടുള്ള ഉയർന്ന മേഖലകൾ, നെടുങ്കണ്ടത്തിന് സമീപ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴയാണ് പെയ്തത്. രാത്രി ഒരു 3 മണിയോട് അടുപ്പിച്ച് കൂട്ടാർ മേഖലകളിലൊക്കെ മഴ ശക്തമാകുകയും പുഴ കരകവിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. കല്ലാർപുഴ കരകവിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കല്ലാർ ഡാം തുറക്കാൻ താമസത്തോടെ ആണ് വെള്ളം പുഴയിലെ വെള്ളം ഉയരുകയും സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കൂട്ടാറിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ റോഡുകളിലും സമീപ വീടുകളിലുമെല്ലാം വെള്ളം കയറുകയുണ്ടായി. തുടർന്ന് തൂക്കുപാലം, മുണ്ടിയമ, പാലഗ്രാം പ്രദേശങ്ങളിലൊക്കെ സമാനമായ ഒരു സാഹചര്യം അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വാഹനങ്ങൾ പോലും ഒഴുകിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരുന്നത്. ഇപ്പോഴും വെള്ളം താഴുന്ന ഒരു സാഹചര്യമില്ല. ഡാം തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളം പൂർണ്ണമായും കുറഞ്ഞ ഒരു സാഹചര്യമില്ല. ഇപ്പോഴും പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. വീടുകളിൽ നിന്ന് നിരവധി ആളുകളെ മാറ്റി പറഞ്ഞിട്ടുള്ള ആളുകൾ സമീപ പ്രദേശങ്ങളിലേക്ക്, ഉയർന്ന മേഖലകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നാശനഷ്ടങ്ങളെ കുറിച്ചൊരു വ്യക്തതയൊന്നും ഇതുവരെയും വന്നിട്ടില്ല. വാഹനം ഒലിച്ചുപോയ ഒരു സാഹചര്യം കൂട്ടാറിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വളർത്തുമൃഗങ്ങളൊക്കെ ഒലിച്ചുപോയ ഒരു സാഹചര്യം ഉണ്ടെന്ന് പല മേഖലകളിൽ നിന്നും അറിയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടായിട്ടില്ല. എത്രമാത്രം വീടുകളിലെ നാശനഷ്ടങ്ങൾ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആളുകളൊക്കെ സമീപ വീടുകളിലേക്കും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലുമൊക്കെ മാറി താമസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും വെള്ളം ഉയരുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ സമീപ വീടുകളിലേക്കൊക്കെ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പം മഴ ഇപ്പോൾ ഒരു തോർച്ച ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ രാത്രി അതിശക്തമായ മഴയാണ് ഹൈറേഞ്ചിൽ പെയ്തത്. പ്രിൻസ്, ഇപ്പം മഴയ്ക്ക് ഒരു ശാന്തതയുണ്ടല്ലേ? പക്ഷെ ഒരുപാട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ഇതിനോടകം തന്നെ? ഈ മണ്ണിടിച്ചിൽ ഭീഷണിയും അതോടൊപ്പം തന്നെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ആര്യ, തീർച്ചയായും മഴയ്ക്ക് ഇപ്പോൾ ഒരു കുറവുള്ള ഏതാനും മണിക്കൂറുകളായി ഇപ്പോൾ മഴ പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ വലിയ തോതിലുള്ള മഴ പെയ്യുന്നില്ല. എങ്കിൽ പോലും വെള്ളം ഈ കല്ലാർപുഴയിൽ ഉയർന്ന വെള്ളം ഇതുവരെയും താഴ്ന്നിട്ടില്ല. ഡാം തുറന്നു വിട്ടിട്ട് പോലും വെള്ളം കൃത്യമായി താഴ്ന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അട്ടപ്പനയിലെ കുന്തളംപാറയിലും കുമളി ചെളിമട മേഖലയിലും വണ്ടിപ്പെരിയാർ കത്തി മേഖലയിലും ഒക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഏറ്റവും ഭീകരമായ സാഹചര്യമുള്ളത് കല്ലാർപുഴയിലെ പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. തൂക്കുപാലം, കൂട്ടാറ്, പാലഗ്രാം, മുണ്ടിരിമ, സാദിമോട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഉയർന്നൊരു സാഹചര്യമുണ്ടായി. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങിയ എല്ലാം വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഡാം തുറക്കാൻ താമസിച്ചു എന്നൊരു ആരോപണമൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം രാത്രിയിൽ അതിശക്തമായ മഴ പെട്ടെന്ന് പെയ്തതോടെ ഡാം പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിയിരുന്നു. ഈ അവസ്ഥ അതിനുശേഷം മാത്രമാണ് ഡാം തുറക്കാൻ പറ്റിയത്. അപ്പോഴേക്കും പല വീടുകളിലേക്കും വെള്ളം കയറുന്നു. പക്ഷേ ഈ ഡാമിലേക്കുള്ള വെള്ളത്തിൽ ഇരട്ടിയിലധികം വെള്ളം പുഴയിലൂടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യം, മലവെള്ളപ്പാച്ചിലുണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കല്ലാർപുഴ, കൂട്ടാർപുഴ, അപ്പം കല്ലാർപുഴയുടെ കൈവരികളായ പാലാർപുഴയൊക്കെ വളരെ വേഗത്തിൽ തന്നെ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് വലിയ തോതിൽ വെള്ളം ഈ പുഴകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണാതീതമായ രീതിയിൽ വെള്ളം ഉയരുകയും ഡാം തുറന്നെങ്കിൽ പോലും വെള്ളം താഴാത്തൊരവസ്ഥ. ഇപ്പോഴും ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പക്ഷേ അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ പോലും പുഴയിലെ വെള്ളത്തിന് കുറവുണ്ടായിട്ടില്ല. കരകവിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. മുണ്ടിരമ മേഖലകളിൽ, തൂക്കുപാലം മേഖലകളിലൊക്കെ പല പ്രദേശങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആളുകളൊക്കെ പല സമീപ വീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു. എന്തായാലും നിലവിലത്തെ അവസ്ഥയിലും വെള്ളം താഴ്ന്നൊരവസ്ഥയില്ല. മുല്ലപ്പെരിയാർ ഡാം 8 മണിയോടെ തുറക്കുമെന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. 5000 ക്യൂസെക്സ് വെള്ളം ആയിരിക്കും മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഘട്ടം ഘട്ടമായി പുറത്തേക്ക് ഒഴുകുക. നിലവിൽ 18,000 ക്യൂസെക്സോളം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 1600 ക്യൂസെക്സോളം വെള്ളം തണൽ മാർഗ്ഗം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ 138 അടിയോളം വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉയർന്നൊരു സാഹചര്യമുണ്ട്. 136 അടി ഉയർന്നതോടെയാണ് അണക്കെട്ട് തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ രാത്രിയിലൊക്കെ മഴ പെയ്തില്ല. വലിയ തോതിലാണ് ഇപ്പോഴും അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. ആര്യ, യെസ്, തീർച്ചയായും. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഭീതിതമായ സാഹചര്യമാണ് നിലവിൽ ഹൈറേഞ്ചിൽ ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് വലിയ ആശ്വാസം. ഇന്നലെ ഉണ്ടായ മഴയിലാണ് ഇത്രത്തോളം വലിയ
ഒരു മോശമായ സാഹചര്യം അവിടെ ഉണ്ടായത്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരുന്നതൊക്കെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ഒരുപാട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. നിലവിൽ മഴയൊന്നും മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ഇടുക്കിയിൽ ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ചില മണ്ഡലങ്ങളിൽ മഹാസഖ്യം നേർക്കുനേർ. സീറ്റ് ധാരണ പ്രഖ്യാപിക്കാൻ ആകാത്തതാണ് ഇന്ത്യ സഖ്യം നേരിടുന്ന പ്രതിസന്ധി. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയാകുന്നതിന് മുൻപ് ധാരണയിൽ എത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ശരിക്കും മഹാസഖ്യത്തിൽ സംഭവിക്കുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഇതുവരെ ധാരണയിലെത്താൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു. പല സീറ്റുകളിലും കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അത് വിട്ടു നൽകാൻ RJD തയ്യാറുമല്ല. ഇതാണൊരു പരസ്യ പ്രഖ്യാപനം നടത്താൻ കഴിയാതെ ഇന്ത്യ സഖ്യത്തിന് സാധിക്കാത്തത്. ഏതായാലും ഇന്നലെ പത്രികാ സമർപ്പണമായിരുന്നു ആദ്യഘട്ടത്തിന്റെ 121 മണ്ഡലങ്ങൾ. അത് കഴിയുമ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഒരു ധാരണ കുറവുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കാര്യങ്ങൾ. കാരണം പല മണ്ഡലങ്ങളിലും നേർക്കുനേർ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ വരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് 6-ലധികം മണ്ഡലങ്ങളുടെ കണക്ക് ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. വൈശാലിയിലേക്ക് പോകുമ്പോൾ വൈശാലിയിൽ RJD നേതാവും കോൺഗ്രസും അവിടെ പത്രിക നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സഞ്ജീവ് കുമാർ പത്രിക നൽകുമ്പോൾ RJDയുടെ അജയ് കുശ്വാഹ അവിടെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ പത്രിക നൽകിയിരിക്കുകയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് വൈശാലി ജില്ലയിലെ ലാൽഗഞ്ച് മണ്ഡലത്തിലും ഉള്ളത്. അവിടെ പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള മുന്ന ശുക്ല എന്ന് പറയുന്ന നേതാവ് RJD ടിക്കറ്റിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസും അവിടെ ആദിത്യ കുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ബച്ച്വാരയിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇത് കേവലം കോൺഗ്രസും RJDയും തമ്മിലുള്ള പ്രശ്നമല്ല. മുകേഷ് സൈനിയുടെ VIP അവർക്ക് 15 സീറ്റ് നൽകി എന്ന ധാരണയായി എന്ന വാർത്തകൾ ഇന്നലെ പുറത്തു വന്നതാണ്. പക്ഷേ VIPക്കെതിരെയും സ്ഥാനാർത്ഥി മഹാസഖ്യത്തിന്റെ തന്നെ സ്ഥാനാർത്ഥി വരുന്നുണ്ട്. അവിടെ RJDയാണ് VIPക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഗൗര ബർവാം എന്ന് പറയുന്ന മണ്ഡലത്തിൽ. ഇത്തരത്തിൽ പലയിടത്തും വലിയ തോതിൽ വിമത ഭീഷണി ഇന്ത്യ സഖ്യം നേരിടുന്നു. CPM-ലും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ വരുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ ഏതാണ്ട് 6-ലധികം മണ്ഡലങ്ങളുടെ കണക്കുകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഏതായാലും ഇനി പത്രിക ഇന്ന് സൂക്ഷ്മപരിശോധന നടക്കുന്നു. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ബാക്കിയുണ്ട്. അതിനു മുമ്പെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുക എന്തായിരിക്കും ഇന്ത്യ സഖ്യം ഇനിയുള്ള നീക്കം. പക്ഷേ ചില സീറ്റുകൾ, പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ ഏതായാലും ഇന്ത്യ സഖ്യത്തിന് കഴിയാതെ പോകുന്നത്. NDAയിലും സമാനമായ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കാൻ NDAക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടഞ്ഞു നിന്ന നേതാക്കൾക്കൊക്കെ തന്നെ രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ MLC അടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ NDAക്ക് സാധിച്ചു. അപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ ബീഹാറിൽ യാത്രയൊക്കെ നടത്തി തന്നെ ആദ്യം കളം പിടിച്ച ഇന്ത്യ സഖ്യത്തിന് അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് നടത്താൻ ഇതുവരെ സാധിച്ചില്ല എന്നതാണ് മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഘട്ടത്തിൽ. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി അന്തർദേശീയ തലത്തിലേക്ക് കടന്നാൽ US യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകില്ല. ഇന്നലെ ട്രംപും സെലൻസ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ആയുധ വ്യാപാരം സംബന്ധിച്ച തീരുമാനമായില്ല. എന്നാൽ യുക്രൈനും റഷ്യയും നിലവിലെ നിയന്ത്രണ രേഖയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. I met with President Zelensky, as you know, today. We had a very good meeting, very cordial meeting. In my opinion, they should stop the war immediately. You go by the battle line wherever it is, otherwise it's too complicated. You'll never be able to figure it out. You stop at the battle line, and both sides should go home, go to their families, stop the killing, and that should be it. Stop right now at the battle line. I told that to President Zelensky. I told it to President Putin. എന്നാൽ യുക്രൈൻ ആദ്യഘട്ട ചർച്ചയിൽ ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നു. ട്രംപ് സഹായിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇന്നലെ യോഗത്തിന് ശേഷം സെലൻസ്കി പ്രതികരിച്ചു. That it was also difficult to manage in the situation in the Middle East, and if President was successful in it, I hope that he will manage this situation. Also, we spoke about Budapest. President shared with me their dialogue with Russian side. So
we understand for us all the signals from Russians. They are not new, but we count on President, on his pressure on Putin to stop this war. I think we have to stop where we are, and he is right. President is right that we have to stop where we are. അജയ് സുധാ ബിജു ഉണ്ട് നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നലെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് സെലൻസ്കിയും ട്രംപുമായി. അമേരിക്കയുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മിസൈൽ ചോദിച്ചാണ് സെലൻസ്കി എത്തിയത്. കൊടുക്കാമെന്നുള്ള തരത്തിലുള്ള ധാരണ തന്നെയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നൽകുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയത് എങ്ങനെയാണ്? ഇതിനിടയ്ക്ക് പുടിനുമായി നടത്തിയ ട്രംപിന്റെ സംഭാഷണമാണോ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചത്? അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് നമ്മൾ കരുതുന്നത്. പ്രധാനമായിട്ടും ഈ ട്രംപ് പുടിൻ ഫോൺ സംഭാഷണം അതൊരു 2.5 മണിക്കൂറോളം നീണ്ട ഒരു ദീർഘമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു. ഈ സംഭാഷണത്തിൽ മിസൈലിൻ്റെ ആ ഒരു കൺസേൺ അത് പുടിൻ പ്രധാനമായിട്ടും ട്രംപിനോട് ഉന്നയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. എന്നാൽ മാധ്യമങ്ങളോട് ഈ മിസൈലുകൾ യുക്രൈന് നൽകും, ടോമഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകും എന്നുള്ള രീതിയിലാണ് ട്രംപ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. എന്നാൽ സെലൻസ്കി തൻ്റെ രാജ്യത്തുള്ള നിരവധി പ്രതിനിധികളുമായിട്ടെല്ലാം കഴിഞ്ഞ ദിവസം US-ലെത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചകൾക്ക് ശേഷം ഈ മിസൈലുകൾ നിലവിൽ യുക്രൈന് നൽകാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ ഈ മിസൈലുകൾ അത് യുക്രൈന് നൽകുകയാണെങ്കിൽ അത് യുദ്ധം കൂടുതൽ വ്യാപിക്കാനായിട്ട് ഇടയാകും, യുദ്ധത്തിൻ്റെ കാഠിന്യം അത് കൂടുതൽ വർദ്ധിക്കും. റഷ്യയും നമുക്ക് ആവശ്യമുള്ള ഒരു പങ്കാളിയാണ്. റഷ്യയെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈലുകൾ നിലവിൽ നൽകാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഭാവിയിൽ നൽകാനുള്ള സാധ്യതകളെയും അദ്ദേഹം പൂർണ്ണമായിട്ട് തള്ളുന്നില്ല. നിലവിൽ ഈ മിസൈലുകൾ യുദ്ധത്തിൻ്റെ വ്യാപനം അത് കൺസേണായി എടുത്തുകൊണ്ട് നൽകുന്നില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഈ യുദ്ധം പെട്ടെന്ന് തന്നെ ഇരു രാജ്യങ്ങളും റഷ്യയും യുക്രൈനും ഉടൻ തന്നെ അവസാനിപ്പിക്കണം. നിലവിൽ എവിടെയാണോ നിയന്ത്രണ രേഖയുള്ളത് അവിടെ തന്നെ യുദ്ധം അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളിലെ സൈനികർ തിരിച്ചു പോകണം എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ ആവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ട ചർച്ച അലാസ്കയിൽ വെച്ച് നടന്നിട്ടുള്ള ആദ്യഘട്ട ചർച്ചയിൽ യുക്രൈൻ ഈ ആവശ്യം നിഷേധിച്ചിരുന്നു. കാര്യം ഈ പ്രധാനമായിട്ട് പല മേഖലകളും ഈ ഡോൺബാസ് മേഖല ഉൾപ്പെടെ പല മേഖലകളും യുക്രൈൻ്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം റഷ്യ പിടിച്ചടക്കിയിരുന്നു. അപ്പോൾ ഇതെല്ലാം യുക്രൈന് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്താൽ ഭാവിയിൽ ഒരു യുദ്ധത്തിന് ഇവിടെ ഇരുന്നു കൊണ്ട് റഷ്യ പദ്ധതിയിടും എന്നുള്ളത് ഉൾപ്പെടെയാണ് യുക്രൈൻ ഒരു കൺസേൺ ആയിട്ട് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത്. ഇത്തവണ US വീണ്ടും ആവശ്യം ഉന്നയിക്കുന്നത് ഇവിടെ തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. എന്നാൽ നിലവിൽ സെലൻസ്കി ഈ ആവശ്യത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ട്രംപിൻ്റെ ഒരു ആവശ്യങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ട്രംപ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള സംഘർഷം, ഇസ്രായേലിന് ഹമാസിനിടയിലുള്ള സംഘർഷം അവസാനിപ്പിച്ചു. ഇതിൻ്റെ ഒരു പ്രതിഫലനം അത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഉണ്ടാകും എന്നാണ് സെലൻസ്കി പ്രതീക്ഷ പങ്കുവച്ചത്. അതുപോലെ തന്നെ ബൂഡാപെസ്റ്റിൽ വെച്ച് ട്രംപും പുടിനും തമ്മിൽ കാണുന്ന കൂടിക്കാഴ്ച, ഇതിൽ അദ്ദേഹം നിലവിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ല. പുടിനുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതോടുകൂടി ഈ ഒരു യുദ്ധം അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ മാറും എന്ന് തന്നെയാണ് സെലൻസ്കി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനപ്പുറം അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അജയ്. കാരണം നമ്മൾ അലാസ്കയിൽ കണ്ടതാണ്, വലിയ പ്രതീക്ഷയോടെയാണ് ആ ചർച്ച നടന്നത്. പക്ഷെ അത് എങ്ങും എത്താതെ പോയി എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ ബുഡാപെസ്റ്റിൽ നടക്കാൻ പോകുന്ന ചർച്ച അത് ത്രികക്ഷി ചർച്ച തന്നെയാണോ? ഇല്ല, നിലവിൽ പുടിനുമായിട്ടാണ് ഇവിടെ ബൂഡാപെസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡേറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങളും നിലവിൽ വരുന്നതേ ഉള്ളൂ. ബൂഡാപെസ്റ്റിൽ വെച്ച് പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ ഈ ഒരു മിസൈൽ സംബന്ധിച്ചൊരു തീരുമാനം ഇപ്പോൾ ആകാത്തതിലും ഈ കൂടിക്കാഴ്ച അത് നിർണായകമായിട്ട് ട്രംപ് നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ നിലവിൽ മിസൈലുകൾ യുക്രൈന് നൽകുകയാണെങ്കിൽ റഷ്യ പൂർണ്ണ
പൂർണ്ണമായിട്ടും ഈ ചർച്ചകളോട് മുഖം തിരിക്കുകയും യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള അമേരിക്കയുടെ നീക്കം അത് പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെയാണ് മിസൈലുകൾ നിലവിൽ നൽകാതെയുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ട്രംപ് കടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെലൻസ്കി നിലവിൽ ട്രംപ് ഈ യുദ്ധം ഇവിടെ തന്നെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ ആ ഒരു ആവശ്യത്തിനോട് അദ്ദേഹം പ്രതികരിച്ചത് ആ യുദ്ധം തീർച്ചയായിട്ടും അവസാനിപ്പിക്കണം, ട്രംപിൻ്റെ ആ ഒരു ആവശ്യത്തിനോട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്, തീർച്ചയായിട്ടും ഇതിൻ്റെ റഷ്യ കൂടി ഇതിന് സഹകരിക്കണം, ചർച്ചയ്ക്ക് തയ്യാറാണ്, എങ്ങനെയുള്ള ചർച്ചയ്ക്ക് വേണമെങ്കിലും എന്ത് നിബന്ധനയ്ക്ക് വേണമെങ്കിലും തങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിക്കാണ് സെലൻസ്കി നിലവിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം സെലൻസ്കി ഇതിന് മുൻപേ നിലപാടെടുത്തിട്ടുള്ളത് ആ യുക്രൈൻ്റെ താല്പര്യങ്ങൾ ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ വളരെ കാർക്കശ്യത്തോടെ പല കാര്യങ്ങളെയും നോക്കിക്കണ്ട ഒരു നേതാവാണ് സെലൻസ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ചർച്ചകൾ, ഇനി ബൂഡാപെസ്റ്റിൽ വെച്ച് പുടിനുമായിട്ട് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി ട്രംപിൻ്റെ നിലപാട് എന്താകുമെന്നുള്ളത് ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ നിർണായകമായിരിക്കും. ആര്യ, തീർച്ചയായും. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അജയ്, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. ചൈനയിലെ 9 സൈനിക ജനറൽമാരെ പുറത്താക്കി. സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ചാണ് നടപടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്തിടെ സ്വീകരിക്കുന്ന ഏറ്റവും നാടകീയ നീക്കങ്ങളിൽ ഒന്നാണിത്. പാർട്ടി തലപ്പത്തെ പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചേരാനിരുന്ന യോഗത്തിന്റെ തലേന്നാണ് ഈ തീരുമാനം. അജയ് തുടരുന്നുണ്ട്. അജയ്, എന്താണ് നീക്കങ്ങൾ, ആ ഒരു നിർണായകമായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്താണ്? ആര്യ, ഈ പതിറ്റാണ്ടിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു നീക്കങ്ങളിലൊന്നാണ് ഇതെന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻ പിങ് അദ്ദേഹത്തിന് തൊട്ട് താഴെ റാങ്കിങ്ങിലുള്ള ഉദ്യോഗസ്ഥനെ വരെ പുറത്താക്കിയിട്ടുണ്ട്. ഈ നീക്കം അനുസരിച്ച് ഹീ വെയ്ഡോങ് എന്ന് പറഞ്ഞിട്ടുള്ള ചൈനീസ് ആർമിയിലെ സെൻട്രൽ മിലിറ്ററി കമ്മീഷണർ, ഇദ്ദേഹത്തെ വരെ പുറത്താക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ നമ്മൾ റാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷീ ജിൻ പിങ്ങിന്റെ തൊട്ട് താഴെ വരുന്ന വ്യക്തിയാണ് ഹീ വെയ്ഡോങ്. അപ്പോൾ ഇദ്ദേഹത്തിനെ വരെ പുറത്താക്കുന്ന ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ഈ ആർമിയിലെ, ഈ കരസേനയിലെ മാത്രം ഉദ്യോഗസ്ഥരല്ല, ഈ എയർഫോഴ്സിലെ അതുപോലെ തന്നെ നേവിയിലെ പല ഉന്നതമായിട്ടുള്ള സൈനിക റാങ്കിങ് വഹിക്കുന്ന ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 സ്റ്റാർ റാങ്ക് ഒരു പദവിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരെ വരെ ഈ ഒരു കാര്യത്തിൽ പുറത്താക്കിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും ആരോപിച്ചാണ് ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുള്ളത്. മറ്റു വിവരങ്ങളൊന്നും നിലവിൽ ഇക്കാര്യത്തിൽ ലഭ്യമല്ല. കഴിഞ്ഞ ജൂലൈ മുതൽ തന്നെ ഈ സൈനിക മേഖലയിലുള്ള ഈ സാമ്പത്തിക തിരിമറികളെ പറ്റി അന്വേഷണം നടന്നു വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഹീ വെയ്ഡോങ്ങിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നു. അപ്പോൾ മുതൽ തന്നെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. സർക്കാർ ഇദ്ദേഹത്തെ ഒതുക്കാൻ നോക്കുകയാണ്, ഇത് ഷീ ജിൻ പിങ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ള തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ നിലവിലുള്ള കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു വായിക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് കാരണം തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയത്. മറ്റൊരു നിർണായകമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ആദ്യമായിട്ടാണ് ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെ ഇത്ര കടുത്ത നടപടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ചൈനീസ് പാർട്ടി ഇപ്പോൾ ഈ അവരുടെ പ്രത്യേക യോഗം ചേരുകയാണ്. ചൈനയിലെ സാമ്പത്തിക പുരോഗതി, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസന പദ്ധതികൾ തുടങ്ങിയിട്ടുള്ളവ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം പുതിയ പാർട്ടി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടെല്ലാം ചേരുന്ന യോഗമാണ്. അപ്പോൾ ഈ യോഗം ചേരുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയുമായി അവിടെ സർക്കാർ മുന്നോട്ട് വരുന്നത്. എന്തായാലും ഈ 9 പേരെ നിലവിൽ പുറത്താക്കിയിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ എല്ലാം ഇവർക്ക് മേലെയുള്ള കേസുകൾ അതുപോലെ തന്നെ മറ്റ് തുടർ നടപടികൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി സർക്കാർ വിശദീകരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നടപടി വരുമെന്ന് പറയുമ്പോൾ അത് ചെറിയ നടപടി ആയിരിക്കില്ല. ഇനി ഇവർക്ക് ഈ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ കിട്ടാൻ പോകുന്ന ശിക്ഷ അതും ഭീകരമായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പോൾ തന്നെ ഈ ഒരു അന്വേഷണം അത് നടന്ന് ഈ ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ 100% തെളിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ നടപടിയെടുത്തത്. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം വരുന്നതെന്ന് പറഞ്ഞാൽ ഹീ വെയ്ഡോങ് ഉൾപ്പെടെയുള്ള പല ഉദ്യോഗസ്ഥരും ഷീ ജിൻ പിങ്ങിനെതിരെ ഒരു ഗൂഢാലോചന നടത്താതിരിക്കാനുള്ള, പ്രത്യേകിച്ച് ഈ പാർട്ടി മീറ്റിംഗ് ഉൾപ്പെടെ കൂടുന്ന ഘട്ടത്തിൽ ഷീ ജിൻ പിങ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്കെതിരെ തിരിയാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നുള്ള
എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാമ്പത്തിക ക്രമക്കേടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂലൈയിലാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ മാർച്ച് മുതൽ തന്നെ ഹീ വെയ്ഡോങ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ വന്നില്ല. ഷീ ജിൻ പിങ്ങിൻ്റെ അതിനുശേഷമുള്ള പല നിർണായകമായിട്ടുള്ള ലോക നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പല നിർണായകമായിട്ടുള്ള അന്താരാഷ്ട്ര ഉച്ചകോടികൾ അത് ചൈനയിൽ വെച്ച് നടന്നിരുന്നു. ഇതിലൊന്നും തന്നെ ഹീ വെയ്ഡോങ് ഉൾപ്പെടെ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മോദിയുമായിട്ട് ഉൾപ്പെടെ ഷീ ജിൻ പിങ് കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊന്നും തന്നെ, അതുപോലെ തന്നെ കഴിഞ്ഞ ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പാണ് ഈ ചൈനയുടെ യുദ്ധവിജയത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ആഘോഷങ്ങൾ ഉൾപ്പെടെ അവർ നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക മാർച്ച് പാസ്റ്റും അതുപോലെ തന്നെ സൈനിക ശക്തി പ്രകടനവും അവരുടെ പുതിയ ആയുധങ്ങളുടെ സമ്മേളനവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേദിയിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക ക്രമക്കേടെന്നുള്ള ഈ ഒരു വിവരം അത് നിലവിൽ പുറത്തു വരുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ശബരിമല മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും. രാവിലെ സന്നിധാനത്ത് നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മ ശബരിമല മേൽശാന്തിയെയും മൈഥിലി കെ വർമ്മ മാളികപ്പുറം മേൽശാന്തിയെയും നറുക്കെടുക്കും. 14 പേരാണ് ശബരിമല മേൽശാന്തിയുടെ സാധ്യതാ പട്ടികയിൽ ഉള്ളത്. 13 പേരിൽ നിന്നാണ് മാളികപ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുക്കുക. തുലാമാസ പൂജകൾക്കായി ഇന്നലെയാണ് ശബരിമല നട തുറന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളുകളും സ്ഥാപിച്ചു. 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തെത്തും. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും രാഷ്ട്രപതിക്കൊപ്പം ശബരിമല സന്ദർശിക്കുന്നുണ്ട്. വി അരുൺ നമുക്കൊപ്പം ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. അരുൺ, 7:30 എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്ന സമയം. ഈ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അത് പൂർത്തിയായിട്ടുണ്ടോ? വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ ഇന്നലെയും ഇന്നുമുള്ളത്. ഇന്ന് തിരക്ക് അല്പം കൂടി കൂടുതലാണ്. വലിയ രീതിയിൽ ആളുകൾ ഈ ശബരിമലയിലേക്ക് ഈ മാസപൂജയ്ക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ശബരിമല മാസപൂജയ്ക്ക് തുലാമാസ പൂജകൾക്കായി ഇന്നലെ തുറന്നത്. പക്ഷേ ആ വിവാദങ്ങളൊന്നും ഒരു തരത്തിലും ശബരിമലയിൽ അയ്യപ്പനിൽ ഭക്തർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തിരക്ക്. ആ രീതിയിലുള്ള വലിയ തിരക്ക് ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ വലിയ തിരക്ക് സന്നിധാനത്ത് അടക്കം അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തലിന്റെ ഏതാണ്ട് അവസാനം വരെയും ഭക്തരുടെ നിര രൂപപ്പെട്ടിട്ടുമുണ്ട്. 7:30യോടുകൂടി ഈ നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയും അതുപോലെ തന്നെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെയും ഒക്കെ സാന്നിധ്യത്തിലാകും ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. ആര്യ സൂചിപ്പിച്ച പോലെ 13 പേർ മാളികപ്പുറം മേൽശാന്തിയാകാനുള്ള നറുക്കെടുപ്പിലും 14 പേർ ശബരിമല മേൽശാന്തിയാകാൻ നറുക്കെടുപ്പിലും ഉണ്ട്. 3 പേർ 2 പട്ടികയിലും ഇടം പിടിച്ചിട്ടുമുണ്ട്. ഏതായാലും 7:30യോടുകൂടി നറുക്കെടുപ്പ് ആരംഭിക്കും. വലിയ തിരക്ക് ഇപ്പോഴും ഈ സന്നിധാനത്തും അതുപോലെ തന്നെ നടപ്പന്തലിന്റെ താഴെയുമൊക്കെ വലിയ തിരക്കുണ്ട്. മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നു ഭക്തർക്ക് ദർശനത്തിന്. ഒരു ഭാഗത്ത് നെയ്യഭിഷേകത്തിനൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരായിരുന്നു ഏറെ എത്തിയതെങ്കിൽ ഇന്ന് മലയാളികളെ കേരളത്തിലെ തീർത്ഥാടകരുടെ എണ്ണവും കുറവല്ല. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. ശക്തമായ മഴ ഇന്നലെയൊക്കെ ഉണ്ടായിരിക്കുന്ന മഴ മാറി നിൽക്കുന്നു എന്നതൊരു തീർത്ഥാടകർക്ക് ഒരു സഹായമാണ്, അനുഗ്രഹമാണ്. ഏതായാലും വലിയ തിരക്കിലാണ് ശബരിമല. എല്ലാ വിവാദങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വിവാദങ്ങളും മറികടന്നുകൊണ്ട് ഭക്തർ അയ്യപ്പനെ കാണാൻ എത്തുകയാണ്. ശബരിമല മകരവിളക്ക് സീസണിന് തൊട്ട് മുമ്പുള്ള മാസപൂജയ്ക്കാണ് ഈ ഒരു തിരക്ക്. സ്വാഭാവികമായും സീസണാകുമ്പോൾ വലിയ തിരക്കിലേക്ക് ശബരിമല പോകും. എല്ലാ ഒരുക്കങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നു. നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഈ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തും. നാളെ മുതൽ SPGയുടെ സുരക്ഷാ വലയത്തിലേക്ക് ശബരിമലയും പരിസരങ്ങളും മാറും. ഇവിടേക്കുള്ള വഴികൾ പോലും വലിയ ക്രമീകരണങ്ങൾ ഇതിനകം
സർക്കാരും സുരക്ഷാ ഏജൻസികളും ഒക്കെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ 22-ാം തീയതി അവസാന ദിവസം, ഈ തീർത്ഥാടന കാലത്തിലെ അവസാന ദിവസം ദ്രൗപദി മുർമു രാഷ്ട്രപതി എത്തുന്നത് കൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആളുകളെ ഇവിടെ കടത്തിവിടില്ല, കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇന്നും ഇന്നലെയും ഒക്കെ വലിയ രീതിയിലുള്ള മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ വലിയ രീതിയിലേക്ക് എത്തുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഇനി ഞായറാഴ്ച കൂടിയാണ്, തിരക്ക് കൂടാനുള്ള സാധ്യതയാണുള്ളത്. നാളെ കൂടിയും വലിയ തിരക്ക്. രാഷ്ട്രപതിയുടെ ശബരിമല പൂർണ്ണമായും കടക്കാനാണ് സാധ്യത. ശക്തമായ തിരക്ക് മാസപൂജ ദിവസങ്ങളിൽ സാധാരണ അധികം തിരക്കാണ് ഇവിടെയുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നറുക്കെടുപ്പിനുള്ള നടപടിക്രമങ്ങളും വൈകാതെ തുടങ്ങിയേക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സോപാനത്തിലാണ് നറുക്കെടുപ്പ്. കുട്ടികളെ നേരത്തെ തന്നെ ഇതിന് ചുമതലപ്പെടുത്തിയിരുന്നു. വെള്ളം കൊട്ടാരവുമായി തായ്വഴി ആളുകളെയാണ്, കുട്ടികളെയാണ് നറുക്കെടുപ്പിന് ചുമതലപ്പെടുത്തുന്നത്. ഇതിലുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കുടങ്ങളിലാണ് ഈ പി വി അരുണാണ് സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തായാലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു തീർത്ഥാടന കാലമാണ്. ഈ തുലാമാസ പൂജകൾക്കായി ക്ഷേത്രനട തുറന്നപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഇനി ഞായറാഴ്ച വരാൻ പോകുന്നു. അപ്പോൾ ഈ അവധി ദിവസം പ്രമാണിച്ചുകൂടി വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് അത് അല്പസമയത്തിനകം നടക്കും എന്നുള്ളതാണ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു വരുന്നു എന്നതാണ് നേരത്തെ അരുൺ നമുക്ക് നൽകിയ വിവരം. എന്തായാലും മഴയൊക്കെ തൽക്കാലം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നിലവിൽ നേരിടുന്നില്ല. വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് രാവിലെ ഉള്ളത്. അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, അല്പസമയത്തിനകം തന്നെ നറുക്കെടുപ്പ് ഉണ്ടാകുമല്ലേ? ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ യെല്ലോ അലേർട്ടാണ്, ശക്തമായ മഴയുണ്ട് ജില്ലയിലൊക്കെ. പക്ഷേ സന്നിധാനത്തെ ഒരു സാഹചര്യം കാലാവസ്ഥ അനുകൂലമാണല്ലേ? കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. ഇന്നലെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ ദ്വാരപാലക ങ്ങളിലെ സ്വർണം പതിപ്പ് ചടങ്ങ് നടക്കുമ്പോഴൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. രാത്രിയും അതിശക്തമായ മഴ സന്നിധാനത്തുണ്ട്. ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അതിന്റെ ഒരു ഗുണം, അതിന്റെ ഒരു അനുഗ്രഹം ഭക്തർക്കുണ്ട്. ആ രീതിയിൽ അവർക്ക് വലിയ തിരക്കുണ്ടെങ്കിൽ ദർശനത്തിലെത്താനുള്ള അവർക്ക് ഉള്ളത്. ഏതായാലും ഇപ്പോൾ പൂജ നടക്കുകയാണ്. ഈ പൂജയ്ക്ക് ശേഷം മേൽശാന്തി നറുക്കെടുപ്പിലേക്ക് കടക്കും. 14 പേർ, ഈ ശബരിമലയിലെ മേൽശാന്തിയുടെ പ്രത്യേകത പുറപ്പെടാശാന്തിമാരാണ്. ഒരു വർഷം അവർ ഇവിടെ തന്നെ ഒരു വർഷം പൂർണ്ണമായും അടുത്ത വർഷം പുതിയ മേൽശാന്തി എത്തുന്നത് വരെ പൂർണ്ണമായും അവർ ഇവിടെ തന്നെ താമസിച്ചാണ് ഈ പൂജാകർമ്മങ്ങൾക്കൊക്കെ നട അടച്ചിരിക്കുമ്പോഴും അവർ ഇവിടെ തന്നെ ഉണ്ടാകും. പുറപ്പെടാശാന്തിമാരാണ്. വലിയ ഭാഗ്യമായി ഈ പൂജ ചെയ്യുന്ന ആളുകൾ, പൂജാരിമാർ കാണുന്ന ഒരു കാര്യം കൂടിയാണ് ശബരിമലയിലെ മേൽശാന്തി ആകുക എന്നുള്ളത്. അതിനുള്ള ഭാഗ്യം ആർക്ക് എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 14 പേരുകാർ ഈ അഭിമുഖത്തിന് ശേഷമുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശങ്കരനാരായണൻ പ്രമോദ്, അദ്ദേഹം പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. പ്രശാന്ത് നമ്പൂതിരി മാവേലിക്കര സ്വദേശിയാണ്. മനു നമ്പൂതിരി കൊല്ലം സ്വദേശിയാണ്. കഴിഞ്ഞ തവണ കൊല്ലത്ത് നിന്നുള്ള അരുൺകുമാർ നമ്പൂതിരിയാണ് മേൽശാന്തി ആയത്. അദ്ദേഹത്തിന്റെ പകരക്കാരായി ആര് വരുമെന്നാണ് ഇനി അറിയേണ്ടത്. ദാമോദരൻ നമ്പൂതിരി ചെങ്ങമനാട് എറണാകുളം സ്വദേശി. കൃഷ്ണപ്രസാദ് മാവേലിക്കര സ്വദേശി. മാവേലിക്കരയിൽ നിന്നാണ് പലപ്പോഴും അധികം ആളുകൾ മേൽശാന്തിമാരായിട്ടുള്ളത്. മാവേലിക്കര, ആലപ്പുഴ ജില്ലകളിൽ, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഈ ഭക്തരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് നിർത്തിവെക്കുകയാണ്. 1 മണിക്കൂർ ഇനി നെയ്യഭിഷേകവും അതുപോലെ തന്നെ ഈ ഭക്തരെ കടത്തിവിടുന്നതിനും നിയന്ത്രണം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത്. കാരണം മേൽശാന്തി നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്, നടപടികളിലേക്ക് കടക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്നുള്ള അനൂപ് നമ്പൂതിരിയുണ്ട്, ഹരികുമാർ നമ്പൂതിരി, മാവേലിക്കരയിൽ നിന്നുള്ള ഹരികുമാർ നമ്പൂതിരിയുണ്ട്, ചാലക്കുടിയിൽ നിന്ന് തൃശൂർ പ്രസാദ് ഉണ്ട്. അങ്ങനെ പല പേരുകൾ. മനോജ് കോഴിക്കോട് സ്വദേശിയാണ്. കൃഷ്ണൻ നമ്പൂതിരി ശക്തികുളങ്ങര ആലപ്പുഴ, വീണ്ടും ആലപ്പുഴയിൽ നിന്നുള്ള ആളാണ്. രാമൻ നമ്പൂതിരി വീണ്ടും ചാലക്കുടിയിൽ നിന്നുള്ളയാളാണ്. മനോജ് എസ് മുല്ലശ്ശേരി മഠം കുന്നത്തുകാൽ, നെയ്യാറ്റിൻകര തിരുവനന്തപുരത്ത് നിന്നും ഒരാൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശിയാണ്. കുന്നത്തുകാൽ നിന്നുള്ളയാളാണ് മനോജ് എസ്. പ്രമോദ് എം മുണ്ടനാട്ടുമന തൃശൂർ. ഈ 14 പേരാണ് ഇത്തവണത്തെ ഒരു വർഷത്തെ ശബരിമലയിലെ
മേൽശാന്തിയാകാനുള്ള നറുക്കെടുപ്പിന്റെ പട്ടികയിലുള്ളത്. ആരെയാണ് ഭാഗ്യം തുണയ്ക്കുന്നതെന്ന് കണ്ടറിയണം. ഈ 14 പേരുടെ പേരിടുന്ന പത്രത്തിലും അതുപോലെ പാത്രത്തിൽ നിന്ന് പേരെടുക്കുമ്പോൾ മേൽശാന്തി എന്ന് എഴുതിയ നറുക്ക് കൂടി വീഴണം. അങ്ങനെ രണ്ടും ഒത്തുവന്നാൽ മാത്രമേ 2 കുടങ്ങളിൽ നിന്നാണ് ഈ നറുക്കുകൾ എടുക്കുക. ഒന്നിൽ 14 പേരുടെ പേര്, മറ്റൊന്നിൽ മേൽശാന്തി എന്ന് എഴുതിയ ഒരു പേര്. ഈ രണ്ടും ചേർന്ന് വരുന്നവരെ മാത്രമേ മേൽശാന്തിയായി എടുക്കുകയുള്ളൂ. അവർക്ക് മാത്രമാണ് മേൽശാന്തിയാകാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ചില തവണയൊക്കെ ആദ്യ തവണ തന്നെ രണ്ടും ഒരുമിച്ച് വരും. 2 പേരും മേൽശാന്തി എന്ന് എഴുതിയ നറുക്കും ഒരുമിച്ച് വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും 7-8 തവണ കഴിഞ്ഞ ശേഷമാണ് മേൽശാന്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ തീർത്തും ഭാഗ്യം കൂടി വേണ്ട ഒരു നടപടിക്രമമാണ്, ചടങ്ങാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അല്ലെങ്കിൽ അത്രയധികം വിലമതിക്കുന്ന പൂജാരിമാർ, ഈ പൂജാരംഗത്തുള്ളവർ ഏറ്റവും അധികം വിലമതിക്കുന്ന ഒരു മേൽശാന്തി. തീർച്ചയായും. അപ്പോൾ ഈ പട്ടികയിലുള്ളവരെല്ലാം ഇപ്പോൾ പ്രാർത്ഥനയോടെ ഈ നറുക്കെടുപ്പിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന്റെ നടപടിക്രമം അത് ആരംഭിച്ചോ അരുൺ? നടപടിക്രമങ്ങൾ അല്പസമയത്തിന് തുടങ്ങുമെന്ന് മനസ്സിലാകുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ വിളക്കൊക്കെ ഇവിടെ ജീവനക്കാർ എത്തിയിട്ടുണ്ട്. കൂടുതൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഏതായാലും ഈ ഒരു ഭാഗത്ത് ആളുകളെ തടയാനുള്ള, അതായത് ഈ സോപാനത്തിന്റെ അടുത്തേക്ക് ആളുകളെ കടത്തിവിടുവാനുള്ള ശ്രമങ്ങൾ ദേവസ്വം ഗാർഡുമാരും പോലീസ് ഉദ്യോഗസ്ഥരും തുടങ്ങിയിട്ടുണ്ട്. ഈ നെയ്യഭിഷേകത്തിനുള്ള തിരക്കും ഒരു ഭാഗത്തുണ്ട്. അവിടെയും ആളുകൾ നിയന്ത്രിക്കുകയാണ്. ഈ നറുക്കെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരുപക്ഷെ ആളുകളെ കടത്തിവിടുകയുള്ളൂ. ഇപ്പോൾ വീണ്ടും ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ അത് അധിക സമയം ഈ ആളുകൾ ഇതുവഴി കടത്തിവിടാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇനി നെയ്യഭിഷേകത്തിലേക്ക് കടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മേൽശാന്തി നറുക്കെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്. ശബരിമല തിരുനടയ്ക്ക് മുന്നിൽ സോപാനത്തിന് സമീപമാണ് മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുക. മാളികപ്പുറത്തെയും അതുപോലെ ശബരിമലയിലെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് നടക്കേണ്ടത്. ഇതിനുമായി അരുളിലേക്ക് മടങ്ങിയെത്താം. ആ നറുക്കെടുപ്പ് നടക്കുന്ന മുഹൂർത്തത്തിൽ അവിടേക്ക് മടങ്ങിയെത്താം. എന്തായാലും പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുക. മൈഥിലി കെ വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുക. എന്തായാലും ആ നറുക്കെടുപ്പിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉഷപൂജ പൂർത്തിയായി അതിനുശേഷമാണ് നറുക്കെടുപ്പിലേക്ക് കടക്കുന്നത്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് സന്നിധാനത്തേക്ക് തന്നെ നറുക്കെടുപ്പ് നടക്കുന്ന വേളയിൽ മടങ്ങി എത്തേണ്ടതുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉടൻ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. സ്വർണ്ണപ്പാളി എത്തിച്ച ബംഗളൂരുവിലും പരിശോധന നടത്തിയേക്കുമെന്നാണ് സൂചന. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ഉണ്ണികൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വൈകാതെ ചോദ്യം ചെയ്യും. ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെയും സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയും KPCC നേതൃത്വത്തിന്റെ സംസ്ഥാന പര്യടനം ഇന്ന് സമാപിക്കും. K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവർ നയിക്കുന്ന മേഖലാ ജാഥകളാണ് പന്തളത്ത് സമാപിക്കുക. UDF നേതാക്കൾ അണിനിരക്കുന്ന വിപുലമായ പദയാത്രയോടെയായിരിക്കും സമാപന സമ്മേളനം നടക്കുക. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്താൻ ഒരു വിഭാഗം ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ച് നടത്തും. NSS വിമോചന സമിതി എന്ന പേരിലാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഉൾപ്പെടെ ഇവർക്ക് അനുമതി നൽകിയിട്ടില്ല. മാർച്ച് തുടക്കത്തിൽ തന്നെ പോലീസ് തടയാനാണ് സാധ്യത. രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ വാർത്താ ദിനങ്ങളിൽ ഏറെ സജീവമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ എറണാകുളം പള്ളുരുത്തി സ്കൂളിലുണ്ടായ ഹിജാബ് വിവാദമാണല്ലോ. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം അത് അയവില്ലാതെ തുടരുകയാണ് എന്നതാണ് സാഹചര്യം. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സന്യാസിമാരെ മന്ത്രി അപമാനിച്ചുവെന്നും മാപ്പ് പറയണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീൽ ആവശ്യപ്പെട്ടു. കുട്ടിയുടെ ശിരോവസ്ത്രം വിലക്കിയത് ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണെന്നത് വിരോധാഭാസമാണെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. ക്രൈസ്തവ സഭകളിൽ ചിലരെങ്കിലും അങ്ങേയറ്റം വർഗീയവൽക്കരിക്കപ്പെടുന്നെന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നൽകിയ പങ്ക് വിസ്മരിക്കാനാവില്ല. എന്നാൽ ക്രിസംഗികൾ ക്രൈസ്തവ സഭകൾക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫിറോസ് പറഞ്ഞു. ഒരുപാട് തട്ടമിട്ട കുട്ടികളെ
ഒരുപാട് പൊട്ടുതൊട്ട കുട്ടികളെ അവർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുത്ത പാരമ്പര്യമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കുള്ളത്. ഇപ്പോഴും കേരളത്തിലെ നിരവധി ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ സമീപകാലത്ത് കേരളത്തിലെ കാസ പോലെയുള്ള പ്രസംഗികളായിട്ടുള്ള ചിലർ ചേർന്ന് വർഗീയവൽക്കരിക്കാൻ ക്രൈസ്തവ സഭകൾക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലം മുട്ടറ മരുതിമലയിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ച പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അടൂർ പെരിങ്ങനാട് സ്വദേശിനി മീനുവാണ് ഇന്നലെ മരിച്ചത്. പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശിവർണയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അടൂർ പെരിങ്ങനാട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇരുവരും ഇന്നലെയാണ് മരുതിമലയിൽ നിന്ന് താഴേക്ക് ചാടിയത്. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നാണ്. പ്രതിക്ക് പരോൾ പോലും നൽകരുതെന്നും വധശിക്ഷ വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ ചെന്താമര 2 പേരെ കൂടി കൊലപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അയൽവാസിയായിരുന്ന പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ഓഗസ്റ്റ് 31-നാണ് ചെന്താമര വെട്ടിക്കൊന്നത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സജിതയാണെന്ന് മന്ത്രവാദി പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഈ കൊലപാതകം. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് കൗണ്ടറിൽ പണമിടപാടിന് UPI സേവനം മാത്രമാക്കിയ റെയിൽവേ. ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പുതിയ നീക്കം. നിലവിൽ റെയിൽവേയുടെ കൗണ്ടറുകളിൽ പണം സ്വീകരിക്കുന്നില്ല. എന്നാൽ ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളിൽ പണം സ്വീകരിക്കുന്നുണ്ട്. റെയിൽവേയുടെ പുതിയ മാറ്റം തിരക്കിട്ട യാത്രകളിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പരമാവധി പണമിടപാടുകൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് യാത്രക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന നീക്കവുമായാണ് റെയിൽവേയുടെ പുതിയ മാറ്റം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലാണ് ടിക്കറ്റ് കൗണ്ടറുകളിൽ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറിയിരിക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ജനറൽ ടിക്കറ്റ് കൗണ്ടറുകളിൽ പണം സ്വീകരിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പകരം കൗണ്ടർ സമീപം തന്നെയുള്ള ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളിൽ പണം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ എങ്ങുമില്ല. തിരക്ക് കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ ഈ മാറ്റം യാത്രക്കാരെ കുഴക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഡിജിറ്റൽ രീതികളിലേക്ക് മാറാത്ത ഒരു വിഭാഗം ജനങ്ങളെ അടക്കം പെട്ടെന്നുള്ള ഈ മാറ്റം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നാണ് പ്രധാന ആക്ഷേപം. കൃത്യമായ അറിയിപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൗണ്ടറുകളിൽ പണം സ്വീകരിക്കില്ല എന്നത് അറിയാതെ ക്യൂ നിൽക്കുന്നവരും അനവധിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ ദീപാവലി വരാൻ പോവുകയാണല്ലേ. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം എല്ലാവരും ആരംഭിച്ചു കഴിഞ്ഞു. നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ആഘോഷങ്ങളാണ്. അവധിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആഘോഷ പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ദീപാവലി നാളുകളിൽ സ്വർണം വാങ്ങുന്നത് നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലെങ്കിലും കേരളത്തിന് പുറത്ത് അതല്ല സ്ഥിതി. ദീപാവലിക്ക് സ്വർണം വാങ്ങുന്നവരാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർ. ദീപാവലി കാലത്ത് സ്വർണം വാങ്ങുന്നത് വരും കാലത്ത് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇക്കുറി ഒരു വിവാദവും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ അതൊരു നിയമയുദ്ധവുമായി മാറിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ തുടങ്ങിയ ഈ വിവാദം ഇതോടെ പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ്. എന്താണ് ആ വിവാദം എന്നുള്ളതല്ലേ, നമുക്ക് കണ്ടിട്ട് വരാം. ദീപാവലി തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. ദീപങ്ങളുടെയും മധുരത്തിന്റെയും ഉത്സവമായ ദീപാവലി സ്വർണത്തിന്റെയും കൂടി തിളക്കമുള്ളതാണ്. ദീപാവലി നാളുകളിൽ സ്വർണം വാങ്ങുന്നത് നമ്മൾ മലയാളികൾക്കത്ര പരിചയമല്ലെങ്കിലും കേരളത്തിന് പുറത്ത് അതങ്ങനെയല്ല. ദീപാവലിക്ക് സ്വർണം വാങ്ങുന്നവരാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർ. ദീപാവലി കാലത്ത് സ്വർണം വാങ്ങുന്നത് വരും കാലത്ത് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇക്കുറി ഒരു വിവാദവും സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു നിയമയുദ്ധമായി മാറിയിട്ടുമുണ്ട്. സെപ്റ്റംബറിൽ തുടങ്ങിയ ഈ വിവാദം ഇതോടെ പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ആസ്ഥാനമായ മലബാർ ഗോൾഡാണ് പ്രതിസ്ഥാനത്ത്. ലണ്ടനിൽ മലബാർ ഗോൾഡിന്റെ ശാഖ ഉദ്ഘാടനത്തിന് പാകിസ്ഥാനി ഇൻഫ്ലുവൻസറായ അലിഷ്ബ ഖാലിദ് പങ്കെടുത്തതാണ് മലബാർ ഗോൾഡിനെ കുരുക്കിയിരിക്കുന്നത്. അലിഷ്ബ പാകിസ്ഥാനിയാണെന്നതിന് പുറമെ നേരത്തെ അവർ ഓപ്പറേഷൻ സിന്ദൂറിനെ ഭീരുത്വപരമായ നടപടിയെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതാണ് അവർക്ക് വേദിയൊരുക്കിയ മലബാർ ഗോൾഡിനുമെതിരെ തിരിയാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ പ്രേരിപ്പിച്ചത്. പിന്നാലെ മലബാർ ഗോൾഡിനെ ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ട്. ഇന്ത്യയിൽ ദീപാവലി ആഘോഷ സമയത്താണ് ഇത്തരമൊരു ആഹ്വാനം വരുന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും വാദം നിയമയുദ്ധമായി മാറിയിട്ടുണ്ട്. ഹിന്ദു ആക്ടിവിസ്റ്റായ വിജയ് പട്ടേലും മലബാർ ഗോൾഡും തമ്മിലാണ് ഈ നിയമയുദ്ധം. നേരത്തെ നമ്മൾ പറഞ്ഞ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായിരുന്ന വിജയ് പട്ടേലിനെതിരെ മലബാർ ഗോൾഡ് കോടതിയെ സമീപിക്കുകയായിരുന്നു.
വിജയ് പട്ടേലിന്റെ എക്സ് പോസ്റ്റ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണിപ്പോൾ. MP അഹമ്മദിന്റെ ഉടമസ്ഥതയിലെ മലബാർ ഗോൾഡ് തന്നെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പോസ്റ്റിൽ വിജയ് പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനം കാത്ത ഓപ്പറേഷൻ സിന്ദൂറിനെ അപഹസിച്ച പാകിസ്ഥാനി ഇൻഫ്ലുവൻസറെ തുറന്നു കാട്ടിയതിന്റെ പേരിൽ ജയിലിൽ പോകാനും തയ്യാറെന്നാണ് വിജയ് പട്ടേൽ പറയുന്നത്. പണം കയ്യിലുള്ളതുകൊണ്ട് മാത്രം തന്നെ നിശബ്ദനാക്കാൻ MP അഹമ്മദിന് കഴിയില്ലെന്ന വെല്ലുവിളിയും വിജയ് പട്ടേലിന്റെ പോസ്റ്റിലുണ്ട്. താൻ പോസ്റ്റിൽ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ഇന്ത്യൻ കമ്പനി എന്ന നിലയിൽ മലബാർ ഗോൾഡിന്റെ കടമ ഇന്ത്യൻ ഇൻഫ്ലുവൻസർമാരെ അണിനിരത്തുകയാണ്. പാകിസ്ഥാനി ഇൻഫ്ലുവൻസറെ കൊണ്ടുവരികയല്ല. നിങ്ങൾ അതിൽ പരാജയപ്പെട്ടു. നിങ്ങൾ കൊണ്ടുവന്ന പാകിസ്ഥാനി ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായാണ് സംസാരിച്ചത്. പണാധിപത്യം ജയിക്കുമോ ഇന്ത്യക്കാരുടെ പിന്തുണ ജയിക്കുമോ എന്ന് കണ്ടറിയാമെന്ന് പറഞ്ഞാണ് വിജയ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വിജയ് പട്ടേലിന് പിന്തുണയുമായി നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നുണ്ട്. എഴുത്തുകാരിയും പ്രഭാഷകയുമായ ഷെഫാലി വൈദ്യ പറയുന്നത് മറ്റൊരു വാദമാണ്. മലബാർ ഗോൾഡിന്റെ ഉപഭോക്താക്കളിൽ അധികവും ഹിന്ദുക്കളാണ്. ഉത്സവങ്ങൾക്ക് സ്വർണം ഈ ബ്രാൻഡിൽ നിന്ന് വാങ്ങുന്നു എന്നതാണ് പരിതാപകരമെന്ന് കൂടി ഷെഫാലി പറയുന്നു. കേരള ബ്രാൻഡാണ് മലബാർ ഗോൾഡ് എന്നും മലയാളിയായ MP അഹമ്മദാണ് ഉടമയെന്നും പറഞ്ഞാണ് പ്രചാരണം നടക്കുന്നത്. ഇതെല്ലാം തള്ളുന്നതാണ് മലബാർ ഗോൾഡിന്റെ വിശദീകരണം. അലിഷ്ബ ഖാലിദ് മലബാർ ഗോൾഡിന്റെ ഔദ്യോഗിക ബ്രാൻഡിംഗ് ടീമിന്റെ ഭാഗമല്ല. ലണ്ടൻ സ്റ്റോറിന്റെ ഉദ്ഘാടന സമയത്ത് അലിഷ്ബ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ പ്രൊമോ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ആയിരുന്നുവെന്നുമാണ് മലബാർ ഗോൾഡിന്റെ വിശദീകരണം. ഒരു ഏജൻസി വഴിയാണ് അവർ എത്തിയത്. ഏജൻസി ആരെയൊക്കെയാണ് പ്രൊമോഷന് കൊണ്ടുവന്നതെന്ന് തങ്ങൾക്കും അറിയില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് അലിഷ്ബ ഖാലിദ് വിവാദ കേന്ദ്രമാകുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രത്യാക്രമണമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ വളരെ മോശമായാണ് അലിഷ്ബ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത്. തന്റെ ഇന്ത്യക്കാരായ 60% ഫോളോവർമാരും ഓപ്പറേഷൻ സിന്ദൂറിനെ തള്ളിക്കളയുകയാണെന്നും ഇന്ത്യൻ നടപടി ഭീരുത്വം നിറഞ്ഞതാണെന്നുമായിരുന്നു അലിഷ്ബ അന്ന് ചെയ്ത വീഡിയോയുടെ ഉള്ളടക്കം. ഇന്ത്യ രാത്രിയിൽ ആക്രമണം നടത്തിയെന്നും സാധാരണക്കാരായ പാകിസ്ഥാനികളുടെ ജീവൻ എടുത്തെന്നും പറഞ്ഞ് പാകിസ്ഥാൻ സിന്ദാബാദും വിളിച്ചാണ് വ്ലോഗ് അവസാനിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് മലബാർ ഗോൾഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവർ സാന്നിധ്യം അറിയിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ വിവാദത്തിന് തുടക്കമായത്. നേരത്തെ ഏറെ പ്രചാരണം നടന്ന സാഹചര്യത്തിൽ മലബാർ ഗോൾഡ് കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് മലബാർ ഗോൾഡിന് അപകീർത്തികരമാകുന്ന പ്രസ്തുത പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്ന് ബോംബെ ഹൈക്കോടതി മെറ്റയോടും എക്സിനോടും മറ്റ് പ്ലാറ്റ്ഫോമുകളോടും ആവശ്യപ്പെട്ടിരുന്നു. അനുശ്രീ കളപ്പുരയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. അപ്പോൾ അതാണ് വിവാദം. അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറാണെന്ന മന്ത്രി ഖ്വാജ ആസിഫിന്റെ പരാമർശം വിവാദത്തിലായിരിക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ചോദിച്ചപ്പോഴാണ് ആസിഫ് ഇങ്ങനെ പ്രതികരിച്ചത്. അതിർത്തിയിൽ ഇന്ത്യ വൃത്തികെട്ട കളികൾ കളിക്കാൻ ശ്രമിക്കുമോ എന്നായിരുന്നു ചോദ്യം. തീർച്ചയായും അത് തള്ളിക്കളയാനാവില്ല, അതിന് വലിയ സാധ്യതകൾ ഉണ്ടെന്നായിരുന്നു ആസിഫിന്റെ മറുപടി. നമസ്കാരം. പാകിസ്ഥാന്റെ കാര്യം മഹാകഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. ഇന്ത്യയാണല്ലോ പാകിസ്ഥാന് പ്രധാന ശത്രു രാജ്യം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ സാമ്പത്തികമായും സാമൂഹികമായും വലിയ വളർച്ച കൈവരിക്കുകയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കരുത്തരായി മാറുകയും ചെയ്തു. പാകിസ്ഥാനാകട്ടെ ആഭ്യന്തര സംഘർഷങ്ങളിൽ വലയുകയാണ് ഇപ്പോഴും. സാമ്പത്തിക പ്രതിസന്ധിയും ഭരണകൂട അസ്ഥിരതയും പാകിസ്ഥാനെ പിന്നോട്ടടിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മത തീവ്രവാദത്തെ വളർത്താനും തീവ്രവാദികളെ നിരന്തരം ഇന്ത്യയിലേക്ക് അയച്ച് അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കാനും പാകിസ്ഥാൻ വളരെ കൃത്യമായി സമയം കണ്ടെത്തുന്നുമുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണല്ലോ പഹൽഗാം ഭീകരാക്രമണം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാൻ ഭരണകൂടത്തെ, പ്രത്യേകിച്ച് അവിടുത്തെ മന്ത്രിമാരെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. ആ മന്ത്രിമാരിൽ തുടർച്ചയായി പ്രകോപനപരമായി സംസാരിക്കുന്നത് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഖ്വാജ ആസിഫ്. ഇപ്പോഴിതാ വീണ്ടും ഇന്ത്യക്കെതിരെ വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം. അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് മന്ത്രി ഖ്വാജ ആസിഫിന്റെ പരാമർശം. ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ചോദിച്ചപ്പോഴാണ് ആസിഫ് ഇങ്ങനെ പ്രതികരിച്ചത്.
അതിർത്തിയിൽ ഇന്ത്യ വൃത്തികെട്ട കളികൾ കളിക്കാൻ ശ്രമിക്കുമോ എന്നായിരുന്നു ചോദ്യം. തീർച്ചയായും അത് തള്ളിക്കളയാനാവില്ല. അതിന് വലിയ സാധ്യതകൾ ഉണ്ട് എന്നായിരുന്നു ആസിഫ് ഈ ചോദ്യത്തിന് മറുപടി നൽകിയത്. പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇതിനകം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നും ആസിഫ് കൂട്ടിച്ചേർത്തു. തന്ത്രങ്ങൾ എല്ലാം തയ്യാറാണ്. എന്നാൽ തനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ പരസ്യമായി ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനാകില്ല. ഏത് സാഹചര്യത്തെയും നേരിടാൻ രാജ്യം ഒരുക്കമാണ്. പാകിസ്ഥാനിൽ അനധികൃതമായി താമസിക്കുന്ന അഫ്ഗാനിസ്ഥാനികൾക്ക് എതിരെ സർക്കാർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അഫ്ഗാനികൾ തിരികെ പോകണം. പാകിസ്ഥാനിൽ താമസിക്കുന്ന അഫ്ഗാനികൾ ഭീകരവാദമല്ലാതെ മറ്റൊന്നും പാകിസ്ഥാന് നൽകിയിട്ടില്ല എന്നും ആസിഫ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. വെടിനിർത്തൽ നിലനിൽക്കുമോ എന്ന് തനിക്ക് സംശയമുണ്ട്. കാരണം താലിബാന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാൻ നിഴൽ യുദ്ധം നടത്തുകയാണ്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഒരാഴ്ച നീണ്ട ഇന്ത്യ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തു പദ്ധതിയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കണ്ടറിയണം എന്നുമാണ് ആസിഫ് പറഞ്ഞത്. പാകിസ്ഥാൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പുതുമയൊന്നുമില്ല. ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാരോപിച്ച് പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. പാക് സൈനിക ഇന്റലിജൻസിന്റെ ഭാഗമായ ഡെത്ത് സ്ക്വാഡിൽപ്പെട്ട 3 പേരായിരുന്നു ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. ഇതിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെതിരെ ഇന്ത്യ നിഴൽ യുദ്ധം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് എന്നായിരുന്നു അന്ന് അസീം മുനീർ ആരോപിച്ചത്. കാലങ്ങളായി നടക്കുന്ന ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ട് എന്നും കഴിഞ്ഞ മാർച്ചിൽ നടന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ ചാരസംഘടനയായ റോയ്ക്ക് പങ്കുണ്ട് എന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. ബലൂചിസ്ഥാനിലെ വിഘടനവാദികളെ ഇന്ത്യയുടെ പണിയാളുകൾ എന്നായിരുന്നു അസീം മുനീർ വിശേഷിപ്പിച്ചത്. ഇത്തരം വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ ആരോപണവുമായി ഇപ്പോൾ ഖ്വാജ ആസിഫ് രംഗത്തെത്തിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലും കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു മാർക്കറ്റിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു താലിബാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം ആരംഭിച്ചത്. 100 കണക്കിന് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയ TTPക്ക് താലിബാൻ അഭയം നൽകുന്നുവെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. എന്തായാലും പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ T-55 ടാങ്കിനു മുകളിൽ യാത്ര ചെയ്യുകയും സംഘർഷത്തിനിടെ പോസ്റ്റുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്ന് പറയുന്ന പാക് സൈനികരുടെ പാൻറ്റുകളും ആയുധങ്ങളും താലിബാൻ പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇരുവശത്തും ഒട്ടേറെ പേർ മരിക്കാൻ ഇടയാക്കിയ ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനും താലിബാനും ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ ധാരണയിൽ എത്തിയിരിക്കുകയാണ്. ഈ ധാരണ നിലനിൽക്കുമോ എന്ന സംശയമാണ് ഖ്വാജ ആസിഫ് പ്രകടിപ്പിച്ചത്. KP അഭിലാഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറാണ് നമ്മൾ കണ്ടത്. ഇനി രാവിലെ നമ്മൾ കിടക്കുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. നെയ്യാറ്റിൻകര മാരായമുട്ടത്തെ അശ്വിൻ ARന്റെ ജന്മദിനമാണിന്ന്. അപ്പോൾ അശ്വിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ അഥർവയുടെ 8ാം ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ അച്ചുവും അമ്മ ആതിരയുമാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം അഥർവ മോൾക്ക് ന്യൂസ് 18 കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം. പതിവ് പോലെ പോലീസ് പെട്രോൾ.